ഇനി ഒന്ന് പറഞ്ഞേ, സിനിമയിലേക്ക് വന്നതും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാനിപ്പം എയർടെൽ സെയിൽസ്മാൻ ആയിരുന്ന സമയത്ത് MG ശ്രീകുമാർ സാറിന് തൈക്കാട് വീട്ടിൽ അദ്ദേഹത്തിന് ഒരു എയർടെൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2-3 പ്രാവശ്യം അതിനുവേണ്ടി കാണേണ്ടി വന്നു. 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എനിക്കറിയില്ല, അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ സമയത്ത്. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലാതെ അഭിനയിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് അപ്പം വായിൽ വന്നത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടല്ല, ഞാൻ ചെയ്യും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യും. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഹരിഹരൻ സാറിനെ, അപ്പം അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ഹരിഹരൻ അദ്ദേഹം പുതുമുഖങ്ങൾ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പം ഞാൻ 2-3 ദിവസം മുമ്പാണ് എൻ്റെ അകത്ത് ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നത്. അപ്പം അതെ ഒരു പാട്ട് അദ്ദേഹം പാടിയത്. അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫിഗറാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതെ ഹരിഹരൻ സാർ പറഞ്ഞിരുന്നു. ഹരിഹരൻ സാർ പറഞ്ഞു തന്നിരുന്നു വെച്ചാൽ ഒരു 21 തൊട്ട് 25 വയസ്സ് പ്രായമുള്ള ആൾ വേണം, വെളുത്ത നിറം വേണം, ഒരു 6 അടി ഉയരം, പിന്നെ വലിയ കണ്ണ്, നീണ്ട മൂക്ക്, അതെ ആ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീറോയും വില്ലനും കലർന്ന ഒരു ലുക്കാണ് വേണ്ടത്. ഹരിഹരൻ സാറിൻ്റെയൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. കൊച്ചിലെ തൊട്ട് ഞാൻ എപ്പോഴും ഈ ഇപ്പോൾ ആനുവൽ ഡേക്ക് ആയാലും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പെർഫോം ചെയ്യുമ്പം ഞാൻ ഇവിടെ ക്രൗഡിൻ്റെ കൂടെ നിന്ന് ഞാൻ ക്ലാപ്പ് അടിക്കുന്നതല്ലാണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു സ്മാർക്ക് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ മോൾഡ് ചെയ്തെടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും MG ശ്രീകുമാർ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്ക്രീൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2-3 സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്.